അധികാരത്തിലെത്തുമ്പോൾ എന്താണ് അമേരിക്കയിൽ സംഭവിക്കുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദവും ഇക്കാലയളവിൽ ചർച്ചയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ മൈക്ക് വാട്സിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുമ്പോൾ ഇന്ത്യക്ക് എന്താണ് ഗുണം എന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. നാഷണൽ ഗാർഡിൽ കേണലായി സേവനമനുഷ്ഠിച്ച ട്രംപിന്റെ വിശ്വസ്തനായ വാട്സ് കടുത്ത ചൈന വിമർശകനും ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളുമാണ്. ഇന്ത്യൻ കോക്കസിന്റെ തലവനായ ഫ്ലോറിഡ പ്രതിനിധിയാണ് മൈക്ക് വാട്സ്. ഇത് ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മികച്ച വിദേശനയ വിദഗ്ധനും US-ഇന്ത്യ സഖ്യത്തിന്റെ ശക്തനായ വക്താവുമാണ് മൈക്ക് വാട്സ്. ഇന്ത്യയും ഇന്ത്യൻ അമേരിക്കക്കാരെയും സംബന്ധിച്ചുള്ള ഉഭയകക്ഷി കോൺഗ്രസ് കോക്കസിന്റെ കോ-ചെയർ എന്ന നിലയിൽ 2023 US സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാപിറ്റൽ ഹില്ലിൽ നടത്തിയ പ്രസംഗം ക്രമീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ സെനറ്റിലെ 40 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഉഭയകക്ഷി ഗ്രൂപ്പാണ് സെനറ്റിന്റെ ഇന്ത്യ കോക്കസ്. 2004 അന്നത്തെ ന്യൂയോർക്ക് സെനറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഹിലാരി ക്ലിന്റണും സെനറ്റർ ജോൺ കോർണനും ചേർന്ന് സ്ഥാപിച്ച ഇത് സെനറ്റിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കോക്കസാണ്. ഇന്ത്യയോട് നല്ല ബന്ധമുള്ള മൈക്ക് വാട്സ് ചൈനയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. COVID-19 ആരംഭവും ഉയ്ഗുർ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ വാട്സ് നിരന്തരം ഉന്നയിക്കുകയും ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു. 2022 ബീജിംഗിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാൻ US ആഹ്വാനം ചെയ്യണമെന്ന് മൈക്ക് വാട്സ് ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ മൈക്ക് വാട്സ് അധികാരത്തിലെത്തുമ്പോൾ ചൈനയ്ക്ക് അത് കനത്ത പ്രഹരം നൽകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതേസമയം ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയപ്പോൾ $250 ബില്യൺ നികുതി ചൈനീസ് ഇറക്കുമതിക്ക് ആദ്യ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തവണ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ 60 മുതൽ 100% വരെ നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രചരണ വേളയിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. ഇത് നടപ്പിലായാൽ ചൈനയ്ക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാവുക. ചൈനയുടെ മേൽ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാൻ ഇവ സഹായിച്ചേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനയുടെ ശക്തിയും അധികാരവും ഉയർത്തിക്കാട്ടി ട്രംപുമായി വ്യക്തിപരമായി മികച്ച ബന്ധം നിലനിർത്താനായിരിക്കും ചൈനീസ് നേതൃത്വം ശ്രമിക്കുകയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. 2018 ട്രംപ് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം ആരംഭിക്കുന്നത്. 1974 ട്രേഡ് ആക്ട് 301 പ്രകാരം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കടുത്ത ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി. ഏതാണ്ട് 25% കൂടുതലായിരുന്നു ഇത്. $360 ബില്യൺ മൂല്യം വരുന്ന ഇറക്കുമതി ചുങ്കമാണ് അധികമായി ചുമത്തിയത്. പിന്നീട് വന്ന ബൈഡൻ സർക്കാർ കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് ഈ ചുങ്കം വ്യാപിപ്പിച്ചു. ഈ വ്യാപാര യുദ്ധം വീണ്ടും തുടരുന്നുവെന്ന് സംശയമില്ല. അടുത്ത 4 വർഷത്തിനുള്ളിൽ ചൈനയിൽ നിന്നുള്ള അവശ്യ സാധനങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പദ്ധതിയും ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻപോട്ട് വെച്ചിരുന്നു.